ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വേറൊന്നുമല്ല. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓണിയൻ റൈസാണ്. ഓണിയൻ റൈസ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് സമയവും മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ മതി. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം എത്രയാണോ റിക്വയർഡ് ആയിട്ടുള്ള ഓയിൽ അത്രയും മാത്രം ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മളിതാ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയിലിട്ട് മൂപ്പിക്കാനായിട്ട് കുറച്ച് സവോള ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എപ്പോഴും സവാള അരിയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ റൈസ് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഒരു ഇങ്ങനൊരു സ്ക്വയർ ഒരു ടൈപ്പിൽ വേണം എപ്പോഴും നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഈ എണ്ണയിലേക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ്. എനിക്ക് രണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തത്. വേണമെങ്കിൽ അത് ചേർക്കാം. നമുക്ക് എണ്ണ ചൂടായി ഈ സോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്താ പറയുക, ബ്രൗൺ കളർ ആവുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അതാണ് അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് പോകാനൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ തന്നെ ഇല്ല, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ സവാള അരിഞ്ഞ് വെക്കുന്ന ടൈമിൽ ഉപ്പിട്ട് വിരയിൽ വെച്ചിരുന്നാലും നല്ലതാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ ചെയ്യാം. ഞാനിപ്പോഴാണ് ഇട്ടത്. ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പിങ്ക് ഷെയ്ഡ് ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ബ്രൗൺ ഒന്നും ആക്കണ്ട. എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് എല്ലാത്തിലേക്കും ഒക്കെ ഒന്ന് പിടിക്കുക. ഒന്ന് ജസ്റ്റ് ആ മുളക് പൊടിയുടെ പച്ച മണം ഒന്ന് ചെറുതായിട്ട് മാറി കിട്ടുക. നന്നായിട്ട് വഴണ്ട് റോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സ്പൂണിൽ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സോസ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് കുരുമുളക് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എരി തരുന്നത് ഇത് മാത്രമാണ്. ഇതിനകത്തല്ല നമ്മളിപ്പോൾ എരിക്ക് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സ്പൂൺ താഴെപ്പോയി ശബ്ദം. ഇനി അതുകൂടി ചേർത്ത് പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. ഇത് ബസ്മതി റൈസാണ്. ഇത് ഞാൻ ഹാഫ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഹാഫ് ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം വെച്ച് വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഈ റൈസ് നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയായി നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ റൈസ് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് സെറ്റാക്കി ഒരു 3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കൂടെ വെക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. റൈസൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈസ് ഒന്നിനെ തൊടാതെ നിൽക്കുന്നൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടണം. നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. ട്രസ്റ്റ് ഗൈസ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു കറിയില്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അത്ര രുചിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. സോ ടേസ്റ്റി ആൻഡ് സോ യമ്മി. അതുപോലെ നല്ല ഫീലിംഗ് ആണ്. അതിലൊക്കെ ഉപരി ഭയങ്കര ഈസിയാണ്.
ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരുവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഈ റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരവും അതുപോലെ തന്നെ ആ ഒരു ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു പുളിയും, എന്നാൽ ചെറുതായിട്ട് ആ പെപ്പർ, ബ്ലാക്ക് പെപ്പറിൻ്റെ ഒരു ചെറിയ എരിവും ഒക്കെ കൂടെ ചേരുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.